പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഉഹദ് രണാങ്കണം ശാന്തമായി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പക്ഷത്ത് ആരൊക്കെയാണ് ഷഹീദായത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പല ഭാഗത്തേക്കും ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ട് പൊന്നു മുസ്തഫ ചോദിക്കുന്നുണ്ട്, ആരാണ് അദ്ദേഹത്തെ പോയി അന്വേഷിക്കുക എന്ന്. സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ പറഞ്ഞു, തങ്ങളെ ഞാൻ പോയി അന്വേഷിക്കാൻ പറഞ്ഞത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അന്വേഷിക്കാനായിരുന്നു. എന്തുകൊണ്ടാണ് റബീഅ തങ്ങളെ അന്വേഷിക്കാൻ പറഞ്ഞതെന്നറിയോ? അൻസ്വാരികളിൽ വളരെ പ്രമുഖനായ ഒരു സ്വഹാബിയായിരുന്നു അദ്ദേഹം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മദീനയിലെത്തിയാൽ അങ്ങേറ്റത്തെ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ചെറുപ്പക്കാരനായ ഒരു സ്വഹാബിയായിരുന്നു. മാത്രമല്ല, മുഹാജിറിങ്ങൾ മക്കയിലെ പീഡനങ്ങളും താണ്ഡനങ്ങളും ആക്രമണങ്ങളൊക്കെ സഹിച്ച് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഓരോ സ്വഹാബിയുടെ വീട്ടിലേക്കും ഓരോരുത്തരെ സഹോദരനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ റബീഅ തങ്ങൾക്ക് സഹോദരനായി കിട്ടിയത് മക്കയിലെ തന്നെ ധനാഢ്യനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെയായിരുന്നു. മക്കയിലെ ധനാഢ്യനാണെങ്കിലും മദീനയിലേക്ക് ഹിജറ പോരുമ്പോൾ അവിടെയുള്ള എല്ലാ സമ്പത്തും വിട്ടേച്ചുകൊണ്ട് ദീനിനെ മാത്രം മുറുകെ പിടിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹുവിനെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഹിജറ വന്നതാണ് കോടീശ്വരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഇപ്പോൾ കോടീശ്വരന്മാരാണ് ഫലത്തിൽ. പക്ഷേ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സമ്പത്ത് മുഴുവനും മക്കയിലാണെന്ന് മാത്രം. അങ്ങനെ സഅദ് ബിൻ റബീഅ തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ പ്രസിദ്ധമായ ചില വാക്കുകൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളോട് സഅദ് ബിൻ റബീഅ തങ്ങൾ പറയുന്നുണ്ട്. അല്ലയോ സഹോദര, ഞാൻ മദീനയിൽ അറിയപ്പെട്ട പണക്കാരനാണ്, കോടീശ്വരനാണ്. നിങ്ങളും നല്ലൊരു വ്യവസായിയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾക്ക് നൽകാം. ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്കത് ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് നല്ലവണ്ണം ക്യാഷ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ 2 ഭാര്യമാരെനിക്കൊണ്ട്. താങ്കൾ ആവശ്യപ്പെടുന്ന പക്ഷം ഒരു ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ തയ്യാറാണ്. ഇങ്ങനെ തുല്യതയില്ലാതെ പൊന്നു മുസ്തഫാൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, അൻസ്വാറുകൾ, മുഹാജിരിങ്ങൾ സ്വീകരിച്ചവരാണ് അൻസ്വാരി പ്രമുഖനായ സഅദ് ബിൻ റബീഅ തങ്ങൾ. കേൾക്കേണ്ട താമസം അബ്ദുറഹ്മാൻ തങ്ങൾ പറഞ്ഞു, വേണ്ട ഹബീബി, നിങ്ങൾ മദീനയിലെ കച്ചവട സ്ഥലം കാണിച്ചു തന്നാൽ മതി, അങ്ങാടി കാണിച്ചു തന്നാൽ മതി. ഞാൻ എൻ്റെ തന്ത്രം ഉപയോഗിച്ച് 0യിൽ നിന്ന് അവിടെ തുടങ്ങാം. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിക്കട്ടെ. പറഞ്ഞു വരുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വല്ലാതെ കൂടെ നിന്നവരാണ് സഅദ് ബിൻ റബീഅ തങ്ങൾ. അദ്ദേഹത്തെ കാണാതായപ്പോൾ മുത്തനബി അന്വേഷിക്കാൻ പറഞ്ഞതാണ്. സെയ്ദ് ബിൻ സാബിത്ത് അന്വേഷിക്കാൻ പോകുമ്പോൾ മുത്തനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സെയ്ദേ, നിങ്ങൾ സഅദ് ബിൻ റബീഅനെ കണ്ടാൽ എൻ്റെ സലാം പറയണം കേട്ടോ. ചെന്ന് നോക്കുന്ന സമയത്ത് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കോടീശ്വരനായ തങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച സ്വഹാബിയാണ്. കണ്ടപാടെ സലാം പറഞ്ഞു. സഅദേ, നിങ്ങളോട് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ മരണത്തോട് മുല്ലിട്ട് കിടക്കുന്ന സഅദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, സത്യമാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ ഹബീബ് എന്നോട് സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എങ്കിലേ എൻ്റെ മുത്തിന് എൻ്റെ സലാമും പറയണം, ഒരു സന്തോഷം കൂടി പറയണം. ഞാൻ ഈ ഉഹുദ് മലയുടെ താഴ്വാരത്തിലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ സുഗന്ധം നറുമണം ആസ്വദിച്ച് കിടക്കുകയാണ്.
വല്ലാത്തൊരു അനുഭൂതി ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനോടൊന്ന് പറയണം. ഒന്നുകൂടി പറയുന്നു, എൻ്റെ കൂട്ടുകാരായ അൻസാരികളോട് നിങ്ങൾ പറയണം, അവരുടെ ജീവൻ്റെ അവസാന കണിക നിലനിൽക്കുന്ന കാലത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒരു ശക്തിക്കും ഒരു ശത്രുവിനും മുമ്പിൽ അടിയറവ് പറയാതെ കാത്തു സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ ലഅനത്ത് അവരുടെ പേരിൽ ഉണ്ടാകുമെന്ന് അവരുടെ കൂട്ടുകാരനായി ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ എൻ്റെ കൂട്ടുകാരറിയിക്കണം. ഇതും പറഞ്ഞുകൊണ്ട് സഅദ് ബിൻ റബീഅ തങ്ങൾ കണ്ണടക്കുകയാണ്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ വേണ്ടിയിട്ട് എത്രമാത്രമാണ് അവരൊക്കെ സഹിച്ചത്. മരണത്തോട് മുല്ലിടുന്ന സമയത്ത് പൊന്നു മുസ്തഫ അന്വേഷിച്ചു എന്നറിഞ്ഞപ്പോൾ എത്രയാണ് അവരുടെ കൽബൊക്കെ കൊതിച്ചത്. നമുക്കും സ്നേഹിക്കാം. അവരെ പോലെ നമുക്കിന്ന് നമ്മുടെ ശരീരം അർപ്പിക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹിൻ്റെ ദീനിനെ ഹബീബായ തങ്ങൾ നമ്മിലേക്ക് കൈമാറിയ സ്വഹാബത്തെ കിറാം അവരുടെ ശരീരവും രക്തം കൊടുത്ത് എല്ലാം അർപ്പിച്ച് കാലങ്ങളോളം നമ്മിലേക്ക് ഈ പരിശുദ്ധ ദീനിനെ നമ്മളാൽ കഴിയുന്ന വിധത്തിലെ ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സുകൊണ്ടായിരിക്കാം, സമയം കൊണ്ടായിരിക്കാം, ഏത് വിധേനയാണെങ്കിലും അല്ലാഹു തആല നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു